ഏകദിനത്തിൽ രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി നിലവിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഋഷഭ് പന്തിന് പുറമെ ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ എന്നിവരാണ് അവകാശവാദം ഉന്നയിച്ച് രംഗത്തുള്ളത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മിന്നും ഫോമിൽ ബാറ്റ് വീശിയ കിഷൻ നടന്നുവരുന്ന വിജയ ഹസാരെ ട്രോഫിയിൽ ഝാർഖണ്ഡിനായി സെഞ്ചുറിയുമായി വരവറിയിച്ചിട്ടുണ്ട്. 6ാം നമ്പറിൽ ക്രീസിലെത്തി നേടിയ ശതകത്തിലൂടെ ടോപ്പ് ഓർഡറിൽ മാത്രമല്ല ഏത് സ്ഥാനത്ത് കളിക്കാൻ തയ്യാറാണെന്ന് കൂടിയാണ് കിഷൻ പറയാതെ പറഞ്ഞത്. അടുത്തിടെ സമാപിച്ച മുഷ്താഖ് അലി ട്രോഫിയിൽ ലീഡിംഗ് റൺ സ്കോററായ താരം ഝാർഖണ്ഡിന്റെ കിരീട നേട്ടത്തിലും നിർണായക റോൾ വഹിച്ചിരുന്നു. നിലവിൽ 24 രാജ്യാന്തര ഏകദിന മത്സരങ്ങളിൽ നിന്നായി 42 ബാറ്റിംഗ് ആവറേജിൽ 933 റൺസാണ് ഇഷാൻ കിഷന്റെ സമ്പാദ്യം. 27 മാച്ചിൽ 33 ആവറേജിൽ 871 റൺസാണ് ഋഷഭ് പന്തിന്റെ ട്രാക്ക് റെക്കോർഡ്. ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയുമാണ് കിഷാന്റെ അക്കൗണ്ടിലുള്ളതെങ്കിൽ 1 ശതകവും 5 ഫിഫ്റ്റിയുമാണ് പന്തിന്റെ നേട്ടം. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടി വിസ്മയിപ്പിച്ച കിഷന് ഏകദിനത്തിൽ സ്ഥിരമായ അവസരം ലഭിച്ചിരുന്നില്ല. ബോർഡുമായുള്ള പ്രശ്നങ്ങളാകാം ഒരുപക്ഷേ ഇതിന് കാരണം. T20 ലോകകപ്പ് ടീമിലേക്ക് സർപ്രൈസായി ഇടം പിടിച്ച ഇഷാൻ കിഷൻ ദീർഘനാളുകൾക്ക് ശേഷം ഏകദിന സ്ക്വാഡിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സമീപകാലത്ത് തകർപ്പൻ ഫോമിലുള്ള ധ്രുവ് ജുറേലും ഏകദിന ടീമിലേക്കുള്ള വിളിക്കായി കാത്തിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഉത്തർപ്രദേശ് ജേഴ്സി അണിയുന്ന ജുറേൽ കരുത്തരായ ബറോഡയ്ക്കെതിരെ ഇന്നലെ സെഞ്ചുറി അടിച്ച ടീമിന്റെ വിജയശില്പിയായിരുന്നു. ആദ്യ മാച്ചിൽ 80-ഉം 2ാം മാച്ചിൽ 60-യും അടിച്ചെടുത്ത ജുറേൽ 3ാം മാച്ചിൽ സെഞ്ചുറിയുമായി സ്ഥിരതയോടെയാണ് ബാറ്റ് വീശുന്നത്. 3 ഇന്നിംഗ്സുകളിൽ നിന്നായി നേടിയത് 307 റൺസ്. കിഷാനെയോ ജുറേലിനെയോ ഏകദിന സ്ക്വാഡിലേക്ക് പരിഗണിച്ചാൽ 3 ഫോർമാറ്റിലേക്കും ഒരു കാലത്ത് പ്രതീക്ഷയർപ്പിച്ച പന്തിന്റെ റോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമായി ഒതുങ്ങുന്നതും കാണേണ്ടി വരും. ആഭ്യന്തര ക്രിക്കറ്റാണ് ദേശീയ ടീമിലേക്കുള്ള വാതിൽ. പരിശീലകൻ ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും ആവർത്തിക്കുന്ന കാര്യമാണിത്. വിജയ് ഹസാരെ ട്രോഫിയിലെ മിന്നും ഫോം പരിഗണിച്ച് ദേശീയ ടീമിലേക്ക് ആരൊക്കെ എത്തും? സർപ്രൈസ് പേരുകൾ ഉണ്ടാകുമോ? നോക്കാം.